ഗൈസ്. ഹായ് പ്രിയദേവ്. ഞങ്ങള് നാട്ടിൽ പോവാണ്. കണ്ണൂരിലേക്കാണ് ഇത്തവണ പോകുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ഓണത്തിന് വെക്കേഷൻ നാട്ടിലേക്ക് പോകുന്നത്. നേരെ കണ്ണൂരിലേക്കാണ് പോകുന്നത്. ട്രെയിൻ ടൈം 8:30 ആണ്. ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളത് വെയിറ്റിംഗിലാണ്. അതെ, എന്റെ അനിയനും കൂടെ ഉണ്ട്, ഏട്ടനായി കൂടെ ഉണ്ട്. ഏട്ടന്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ട്രെയിൻ വരാൻ ഒത്തിരി ടൈമുള്ളതുകൊണ്ട് ദേവുവിന് അവിടുന്ന് തന്നെ വേഗം ഫുഡ് കൊടുത്തു. ട്രെയിൻ കയറിയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. 7:30 ആയപ്പോഴേക്കും കോഴിക്കോട് എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിരുന്നു. ഇന്നലെ രാത്രി നേരത്തെ തന്നെ ദേവു ഡിന്നർ കഴിച്ചതുകൊണ്ട് അവൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ബ്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും ഏട്ടൻ ഉഴുന്നുവടയും ചമ്മന്തിയും വാങ്ങി വന്നു. വിശപ്പിൻ്റെ വിളി നേരത്തെ വന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ദേവു കഴിച്ചു തുടങ്ങിയിരുന്നു. വടയുടെ കൂടെ കിട്ടിയ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ കപ്പയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തിയുടെ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിന്. കണ്ണൂരിൽ പോകുന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. സൺഡേ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജാണ്. ആ മാരേജിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിനിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും ദേവുവിന് നന്നായി മടുത്തിരുന്നു. പിന്നെ മാപ്പ് നോക്കി എത്താനായോ എന്ന പ്രതീക്ഷയോടെയാണ് യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരാണ് ലാസ്റ്റ് സ്റ്റേഷൻ. കല്യാണം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് ലഗേജ് ഉണ്ട് ഞങ്ങൾക്ക്. ഇനി ഓണമൊക്കെ നാട്ടിൽ ആഘോഷിച്ചതിന് ശേഷമാണ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഓണമൊക്കെ വരാനായതുകൊണ്ട് സ്റ്റേഷനകത്ത് വലിയൊരു പൂക്കളം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോയത് കൃഷ്ണ ബീച്ച് റിസോർട്ടിലേക്കാണ്. ഇവിടെയാണ് കല്യാണത്തിൻ്റെ പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റിസോർട്ടിൻ്റെ ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. രാവിലെ കാര്യമായി വേറെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് വേഗം ഫ്രഷായി ലഞ്ച് കഴിക്കാൻ പോയി. ഹോട്ടൽ കാർത്തികയിൽ നിന്നാണ് ഇന്നത്തെ ലഞ്ച്. എനിക്ക് സീ ഫുഡ് ചട്ടിച്ചോറും ദേവുവിന് ചിക്കൻ ബിരിയാണിയും ഏട്ടൻ ഊണുമാണ് വാങ്ങിച്ചത്. കൂടെ ഒരു ഐക്കൂറ ഫ്രൈയും പറഞ്ഞു. കുറേ കാലത്തിന് ശേഷമാണ് ഐക്കൂറ കഴിക്കുന്നത്. മസാല കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഫുഡെല്ലാം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇനി കുറച്ച് റെസ്റ്റ് ആവാം, കൂടെ ഒരു മൂവിയും. ഇപ്പം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം മൂവിക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. റിവ്യൂസിൽ കണ്ടതുപോലെ തന്നെ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവി തന്നെയായിരുന്നു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.